അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മളെ മലയാളികൾക്ക് ഒരു 3 പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നാട്ടിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും, ഉപയോഗിക്കാത്തവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റിന് മുമ്പ് പണ്ട് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ബോൾ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഇത് അറബിയിൽ നമ്മൾ അവാമ എന്നാണ് പറയുക. അപ്പോൾ 3 പ്രൊഡക്റ്റ്. ഇതൊരു ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളറാണ്. ഇതൊരു ഇലക്ട്രിക് അവാമ എന്ന് പറയും അറബിയിൽ. പിന്നെ ഇലക്ട്രിക് ഫ്ലോട്ട് സ്വിച്ച് എന്നും പറയും. ഇത് നമ്മളൊരു ഇലക്ട്രിക് ആണ്. ഇത് ബോൾ, ഇത് ഇലക്ട്രിക് അല്ല. അപ്പോൾ ഇതിൻ്റെ 3 സാധനങ്ങൾ നമ്മളെ കേരളത്തിലുള്ള ആർക്കും ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർക്ക് അറിയാം. എന്നാലും 100-ൽ 85% ആൾക്കാർക്ക് ഈ 3 സാധനം നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ വീടുകളിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലും എൻ്റെ അടുത്ത പരിസരങ്ങളിലൊക്കെ മുഴുവനും വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഓവർഫ്ലോ ആയിട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ മാത്രമേ എന്താക്കുന്നുള്ളൂ, വെള്ളം ഓഫ് ആക്കുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത്. ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളറാണ്. അപ്പോൾ ഓരോന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഇത് വാക്കെടുത്തിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബോൾ ഫ്ലോട്ട് വാൽവ് എന്നാണ് പറയുക. അറബിയിൽ അവാമ എന്ന് പറയുക. അവാമ കൂറ എന്ന് പറയും. ബോളിന് കൂറ എന്നാണ്, ഫുട്ബോളിന് കൂറ എന്നാണ് ഇവിടെ പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിയിൽ ഇത് ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇത് ഫിറ്റാക്കുക. ഇങ്ങനെ ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നമ്മൾ വെള്ളം വന്ന് ഈ ടാങ്കിയിലേക്ക് നിറയുന്നതിനനുസരിച്ചിട്ട് ഇതിലാണ് ഇങ്ങനെ വെള്ളം വന്ന് ചാടിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ ബോൾ പൊന്തി 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 ഇത് അടഞ്ഞു പോകും. ഓക്കെ, അപ്പം മോട്ടർ ഓഫ് ആകില്ല, ഇത് അടഞ്ഞു പോയിട്ട് വെള്ളം നിൽക്കുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, മോട്ടറിൽ ഒരു ഓട്ടോമാറ്റിക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോൾ ചെയ്യുന്നൊരു സാധനമാണ്. ഈ സാധനം നമ്മൾ മോട്ടറിൻ്റെ കൂടെ ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ വന്ന് ഇവിടെ ഈ ലീക്കേജ് നിൽക്കില്ല, വെള്ളം വരൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മോട്ടർ ഓഫാകും. ഇതൊക്കെ ഇവിടെയും യൂറോപ്പിലൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതാണ് ഓട്ടോമാറ്റിക്. ഇത് ബോൾ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് മോട്ടറിൽ ഫിറ്റാക്കിയിട്ട് വെള്ളം അടിച്ച് ഇതിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ ഇത് പൊന്തി ഇതിങ്ങനെ താഴ്ന്നായിരിക്കും. ഇങ്ങനെ പൊന്തി വെള്ളം നിൽക്കുമ്പോൾ എന്താവും, ഈ സാധനം നമ്മളത് ഓഫാവും. മോട്ടർ ഓഫാവും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ ഓഫാക്കാൻ വേണ്ട ഒന്നും വേണ്ട. ഇവിടെ മുഴുവൻ വീടുകളിലും, ഞാനിവിടെ സൗദി അറേബ്യയിലാണ്, ഇവിടെ മുഴുവൻ വീടുകളിലും ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്. നല്ല ചൂട്, ഞാൻ വേർക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇങ്ങോട്ട് നോക്കി നല്ല വേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം മനസ്സിലായില്ല. ഇത് മോട്ടറിൽ കൊടുക്കുന്നു. ഇത് ഈ അവാമ നമ്മളെന്താക്കുന്നു, ഈ ബോൾ ഫ്ലോട്ട് വാൽവ് നമ്മളെന്താക്കുന്നു, ടാങ്കീൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ വെള്ളം വരുന്നത് കൊടുക്കുക. വെള്ളം വന്നില്ല നിറയുന്നതിനനുസരിച്ച് ഇത് പൊന്തുമ്പോൾ ഇത് ഓഫാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മോട്ടർ ഓഫാകും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ കിട്ടാനുണ്ട്. അപ്പോൾ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനെപ്പറ്റി അറിയുന്നവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇത് പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലോട്ട് സ്വിച്ച് എന്നാണ് അതിന് പറയുക. ഇലക്ട്രിക് ഫ്ലോട്ട് സ്വിച്ച്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫ്ലോട്ട് സ്വിച്ച്. ഇപ്പം നമ്മളെ വീട്ടിൽ പിന്നെ മോട്ടർ, കുഴൽക്കിണറൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ സാധനം നമ്മൾ ടാങ്കിയിൽ ഇടുക ചെയ്യുക. നമ്മൾ മോട്ടറിൽ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് ഇതിലൊരു കണക്ഷൻ കൊടുത്തിട്ട്, ഇതാണ് ഇലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഒരു ബോളാണ്, 2 ബോളാണ് ഇതിലുള്ളത്. ഇതെങ്ങനെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്ന് കിടക്കുകയാണ് ചെയ്യുക. വെള്ളത്തിൽ താഴ്ന്ന് കിടക്കുമ്പോൾ ഇത് നമ്മൾ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഓൾറെഡി. ഇതിന് പറയുക ഇലക്ട്രിക് ഫ്ലോട്ട് വാൽവ്, ഇലക്ട്രിക് ഫ്ലോട്ട് സ്വിച്ച് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഞങ്ങൾ അവാമ കെഹറുബ എന്ന് പറയും. ഇവിടെ കറണ്ടിന് കെഹറുബ എന്നാണ് പറയുക. അപ്പോൾ ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ മോട്ടർ ഇപ്പോൾ ഏത് മോട്ടറാകട്ടെ, നമ്മൾ മോട്ടറുമായിട്ട് ഈ ഇലക്ട്രിക് ഫ്ലോട്ട് സ്വിച്ച്, നമ്മൾ ഇലക്ട്രിക് അവാമ എന്ന് പറയുന്ന സാധനം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ അങ്ങനെ ടാങ്കിൽ വെള്ളം അല്ലെങ്കിൽ ഇത് താഴ്ന്ന് കിടക്കും. അപ്പോൾ എന്താവും, മോട്ടർ സ്റ്റാർട്ടാവും. ഇതിങ്ങനെ പൊന്തി ഇങ്ങനെ വരുമ്പോൾ മോട്ടർ ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ എന്താവും, മോട്ടർ ഓഫാവും. അപ്പോൾ ഈ 3 സാധനങ്ങൾ നിങ്ങൾ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യും. അഥവാ ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഇത് നമ്മളെ നാട്ടിൽ വെള്ളം നമുക്ക് തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന 3 പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഈ സാധനമൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതാണ് ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോളർ. ഇതിന് ഓട്ടോമാറ്റിക് വാട്ടർ കൺട്രോൾ എന്ന് പറയാം. അറബികൾ ഇനി ഓട്ടോമാറ്റിക് ദനൂമ എന്ന് പറയും. ദനൂമ എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടറിനാണ് ദനൂമ എന്ന് പറയുക. അപ്പോൾ ഇത് 1ാമത്തെ പ്രോഡക്റ്റ്. ഇത് 2ാമത്തെ പ്രോഡക്റ്റ്. ഇത് അവാമ കൂറ കണ്ടോ, ഇത് അവാമ കൂറ. പിന്നെ ഇതിൻ്റെ പേര് അവാമ കെഹറുബ. ഓക്കെ, ഈ 3 സാധനങ്ങളും നമ്മളെ നാട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല. കടകളിലൊക്കെ കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവും.
ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. അപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെപ്പോഴും വെള്ളം നിറഞ്ഞോ നോക്കേണ്ട ആവശ്യമില്ല. ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെക്നോളജി നമ്മളെ നാടുകളിൽ വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. ഇത് കണ്ടല്ലോ 3 പ്രോഡക്റ്റ്. ഓക്കെ, സെറ്റ്.